നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പലതരം ആത്മീയ സാധനങ്ങളും പരിശീലനങ്ങളും ഒക്കെ ചെയ്യാറുണ്ടല്ലേ? പക്ഷേ ഇതിന്റെയൊക്കെ ഒരു യഥാർത്ഥ പരീക്ഷണം, ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് ആത്മനിയന്ത്രണമാണ്. അപ്പൊ ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തുടങ്ങാം, അല്ലേ? സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഊർജം എവിടേക്കാണ് പോകുന്നത്? ഇതൊരു ആത്മപരിശോധനയുടെ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആ വിലപ്പെട്ട ശക്തി ശരിക്കും എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട്. അതെന്നുവെച്ചാൽ ഓട്ടകളുള്ളൊരു പാത്രം നിറയ്ക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ് നമ്മുടെ പല പ്രയത്നങ്ങളും. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ, എത്ര വെള്ളമൊഴിച്ചാലും ആ പാത്രം നിറയോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഊർജവും. ഒരു നിയന്ത്രണവുമില്ലാതെ പലതിന്റെയും പുറകെ പോകുമ്പോൾ നമ്മുടെ ശക്തി ഇങ്ങനെ അറിയാതെ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. ഈ ശക്തിയുടെ ചോർച്ച. എന്തുകൊണ്ടാണ് നമ്മൾ സന്തോഷം തേടി പോകുമ്പോൾ അവസാനം ക്ഷീണിച്ചു പോകുന്നത്? കാരണം സിമ്പിളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ അവ പറയുന്ന വഴിയെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജവും ശക്തിയും ഇങ്ങനെ തുടർച്ചയായി ചോർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അനുഭവിക്കുന്ന ക്ഷീണത്തിനും നിരാശയ്ക്കും കാരണം പലപ്പോഴും ഇത് തന്നെയാണ്. ഇനി ഈ സ്ലൈഡിൽ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2 വഴികളുണ്ട് നമുക്ക് മുന്നിൽ. ഒന്ന്, ഇന്ദ്രിയസുഖങ്ങളുടെ വഴി. അത് കുറച്ചു നേരത്തേക്കൊരു ഉഷാറൊക്കെ തരും. പക്ഷെ അത് കഴിയുമ്പോഴോ ഉള്ളിലൊരു വലിയ ശൂന്യതയും ഒരുതരം ബലഹീനതയുമായിരിക്കും ബാക്കിയാവുക. ഇനി രണ്ടാമത്തെ വഴി നോക്കൂ, ഊർജത്തെ സംരക്ഷിക്കുന്ന വഴി. അത് നമുക്ക് തരുന്നത് ശാശ്വതമായ ശക്തിയും ഉള്ളിലൊരു ഉറപ്പും പിന്നെ എപ്പോഴും കൂടെയുണ്ടാവുന്ന ഒരുതരം സന്തോഷവുമാണ്. ഇവിടെ പറയുന്ന ഈ ആശയം എത്ര ശക്തമാണെന്ന് നോക്കിക്കേ. ഇന്ദ്രിയങ്ങളുടെ അടിമയ്ക്ക് ഒരിക്കലും സന്തോഷവാനായിരിക്കാൻ കഴിയില്ല. എത്ര സത്യമാണല്ലേ? യഥാർത്ഥ സന്തോഷമെന്ന് പറയുന്നത് പുറത്തുനിന്നിങ്ങനെ തേടിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിങ്ങനെ തേടിപ്പോയാൽ തീരുകയുമില്ല. അപ്പോൾ നിർണായകമായ കാര്യം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണിരിക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടു. ഈ ഒരു വാചകത്തോടെ നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. അച്ചടക്കമില്ലായ്മയാണ് എല്ലാ ബലഹീനതകളുടെയും അടിസ്ഥാനം. നമ്മുടെ എല്ലാ തളർച്ചകളുടെയും മൂലകാരണം ഇതുതന്നെയാണ്. ശരി, ഇനി നമുക്ക് ഇതിന്റെ പരിഹാരം എന്താണെന്ന് നോക്കാം. ഇനിയാണ് നമ്മുടെ ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവ്. പരിഹാരം. അതാണ് സംയമനം. കേൾക്കുമ്പോൾ ഇതൊരു നിയന്ത്രണം, ഒരു വിലക്കെന്നൊക്കെ തോന്നാം. പക്ഷെ അങ്ങനെയല്ല. സംയമനം നമ്മുടെ കഴിവുകളുടെ ഉറവിടമാണ്, അതിന്റെ അമ്മയാണ്. അപ്പോ എന്താണ് ഈ സംയമനം എന്ന് പറഞ്ഞാല്? ഇത് നമ്മുടെ ഉള്ളിലെ ശക്തിയെ വെറുതെ തടഞ്ഞു നിർത്തുക എന്നല്ല, മറിച്ച് പാഴായി പോകുന്ന വഴികളിൽ നിന്ന് അതിനെ തിരിച്ച് നല്ല ക്രിയാത്മകമായ ലക്ഷ്യങ്ങളിലേക്ക് ബോധപൂർവം നയിക്കുന്നൊരു കലയാണ്. ഊർജത്തിന് ഒരു ശരിയായ ദിശ കൊടുക്കുക, അതാണ് സംയമനം. ഇതൊന്നും മനസ്സിലാക്കാൻ ഒരു അണക്കെട്ടിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഒരു ഡാം നദിയുടെ ഒഴുക്കിനെ നശിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പകരം ആ ഒഴുക്കിന്റെ ശക്തിയെ മുഴുവൻ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു, അല്ലേ? അതുപോലെയാണ് സംയമനം. അത് നമ്മുടെ ശക്തിയെ കുറയ്ക്കുകയല്ല, 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ വിഷയത്തിന്റെ കാതലായൊരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. കാലത്തെ അതിജീവിച്ച ഒരു ജ്ഞാനം. പരംപൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഒരു സന്ദേശം. നമുക്കതിലേക്ക് ശ്രദ്ധ കൊടുക്കാം. ഈ സന്ദേശത്തിന്റെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. 1956-ൽ അഖണ്ഡജ്യോതി മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു വസന്ത സന്ദേശത്തിൽ നിന്നുള്ളതാണ് ഈ വാക്കുകൾ. അപ്പൊ അതിന് അതിൻ്റേതായ ഒരു ഗൗരവവുമുണ്ട്. ഗുരുദേവിന്റെ സന്ദേശത്തിലെ ആദ്യത്തെ ഭാഗം ഇതാണ്: ആത്മീയ സാധനയുടെ ആദ്യത്തെ പരീക്ഷണം ഇന്ദ്രിയ സംയമനമാണ്. തന്റെ നാവിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയാത്തവന്റെ പ്രാർത്ഥനകൾ ഒരിക്കലും വിജയിക്കില്ല. വളരെ വ്യക്തമാണല്ലേ? എല്ലാം തുടങ്ങുന്നത് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നിന്നാണ്. അദ്ദേഹം തുടരുന്നു, സമയം, ചിന്ത, ജീവശക്തി എന്നിവയുടെ സംയമനമാണ് ഒരു വ്യക്തിയെ ഋഷിയാക്കുന്ന തപസ്. നിങ്ങളുടെ ശക്തികളെ വ്യർത്ഥമായ ആഡംബരങ്ങളിൽ പാഴാക്കരുത്. അപ്പോൾ സംയമനം എന്ന് പറയുന്നത് വെറും ശാരീരികമായ കാര്യമല്ല. നമ്മുടെ സമയം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവശക്തി ഇതെല്ലാം വിലപ്പെട്ടതാണ്. അതൊന്നും വെറുതെ കളയാനുള്ളതല്ല. ഇനി ഈ സന്ദേശത്തിലെ അവസാന ഭാഗം ശ്രദ്ധിക്കൂ. ഇത് വളരെ ശക്തമാണ്. ആത്മനിയന്ത്രണത്തിലൂടെ സംരക്ഷിക്കപ്പെടുന്ന ഊർജം ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴി തുറക്കുന്നു. അച്ചടക്കമുള്ള ജീവിതത്തെയാണ് ദൈവിക ശക്തികൾ ഇഷ്ടപ്പെടുന്നത്. കണ്ടോ, അച്ചടക്കത്തെയും ആത്മീയ വിജയത്തെയും എത്ര മനോഹരമായാണ് അദ്ദേഹം ബന്ധിപ്പിക്കുന്നത്.
ശരി, അപ്പൊ സംയമനം പരിശീലിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മുടെ അവസാന ഭാഗം, ഊർജത്തിന്റെ ഊർധ്വഗമനം. കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കാണെങ്കിലും കാര്യം സിമ്പിളാണ്. നമ്മുടെ ഊർജത്തിന് മുകളിലേക്കൊരു ഒഴുക്കുണ്ടാകുന്നു. അതായത് ഇന്ദ്രിയസുഖങ്ങൾ പോലെ താഴേക്കുള്ള കാര്യങ്ങളിൽ പാഴായിപ്പോകുന്ന അതേ ഊർജത്തെ നമ്മൾ കല, പഠനം, ധ്യാനം, സഹാനുഭൂതി ഇതുപോലെയുള്ള ഉയർന്ന കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു. അതാണ് ശരിക്കുള്ള ട്രാൻസ്ഫർമേഷൻ. അപ്പോ ഈ ഒരു മാറ്റത്തിലേക്കുള്ള വഴിക്ക് പ്രധാനമായും 3 പടികളുണ്ട്. സ്റ്റെപ്പ് 1, സംയമനം പാലിച്ച് നമ്മുടെ ഊർജ്ജത്തെ സംരക്ഷിക്കുക, വെറുതെ ചോർന്നു പോകാതെ നോക്കുക. സ്റ്റെപ്പ് 2, ഇങ്ങനെ സംരക്ഷിച്ചു വെച്ച ശക്തിയെ താഴ്ന്ന തലങ്ങളിൽ നിന്നു മാറ്റി ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക്, അതായത് ഊർധ്വഗമനത്തിലേക്ക് നയിക്കുക. ഇതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ എവിടെയെത്തും? അതാണ് 3ാമത്തെ പടി, സഹജ് സുഖ്. അതായത് പുറത്തുനിന്നുള്ള ഒന്നിനെയും ആശ്രയിക്കാത്ത നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന സ്വാഭാവികമായ ഒരു സന്തോഷം. ഈ പരിശീലനത്തിന്റെ ഏറ്റവും വലിയ സമ്മാനം എന്നു പറയുന്നത് ഈ സഹജ് സുഖാണ്. എന്താണിത്? ഇത് പുറത്തുള്ള സാഹചര്യങ്ങളെ ആശ്രയിക്കുന്ന ഒന്നല്ല, നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്നൊരു സന്തോഷമാണിത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ തളർന്നു പോകാതിരിക്കാനുള്ള ഒരു ആന്തരിക ശക്തി, അല്ലെങ്കിൽ പ്രത്യേക കാരണമൊന്നുമില്ലാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഉത്സാഹം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തമായ ആനന്ദം, ഇതൊക്കെയാണ് സഹജ് സുഖ്. പതിയെ പതിയെ അത് നമ്മുടെ ഒരു സ്ഥിരം ഭാവമായിട്ട് മാറും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഓർത്തുവെക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1, ഊർജത്തെ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ മാനസികവും ശാരീരികവുമായ ശക്തിയുടെ അടിത്തറ. 2, യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് പുറത്തുള്ള എന്തിനെങ്കിലും ജയിക്കുന്നതല്ല, നമ്മുടെ ഉള്ളിലെ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നതാണ്. 3, നമ്മുടെ എനർജിയെ താഴേക്കുള്ള വഴികളിൽ നിന്ന് മുകളിലേക്കുള്ള ലക്ഷ്യങ്ങളിലേക്ക് മാറ്റുക. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, നമ്മൾ ഊർജം സംരക്ഷിക്കാൻ തുടങ്ങിയാൽ സന്തോഷം നമ്മളെ തേടിവരും. നമ്മൾ സന്തോഷത്തെ തേടിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ഇന്ന് മുതൽ നിങ്ങളുടെ ഈ വിലയേറിയ ഊർജം എവിടെ നിക്ഷേപിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ